ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CPTയിലെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ റിമൈനിങ് പോർഷനാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് 1 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഹാർട്ട് ആൻഡ് ഗ്രേറ്റ് വെസൽസ് ആണ്. അടുത്ത മെയിൻലി നമ്മൾ നോക്കുന്നത് കാർഡിയാക് വാൽവ്സ് ആണ്. അടുത്ത ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് അയോട്ടിക് വാൽവ്. നമുക്കറിയാം അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളുടെയും അയോട്ടയുടെയും ബിറ്റ്വീൻ ആയിട്ട് കാണുന്നതാണ് അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സെമിലൂണ വാൽവ്സിലെ വൺ ഓഫ് ദി സെമിലൂണ വാൽവ് ആയിട്ടാണ് അയോട്ടിക് വാൽവ് അറിയപ്പെടുന്നത്. ആൻഡ് മെയിൻലി അയോട്ടിക് വാൽവിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മെയിൻലി ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത് TVAR അല്ലെങ്കിൽ TVAI. അത് മെയിൻലി യൂസ് ചെയ്യുന്നത് അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് പറയുന്ന കണ്ടീഷനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് TVAR അല്ലെങ്കിൽ TVAI എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അയോട്ടിക് വാൽവ്സിൻ്റെ റേഞ്ച് ഓഫ് കോഡ്സ് എന്ന് പറയുന്നത് 33361 to 33366 എന്ന് പറയുന്ന കോഡ് റേഞ്ചാണ് ഈ അയോട്ടിക് വാൽവ്സിൻ്റെ കോഡ് വരുന്നത്. ഓക്കെ, TVAR അല്ലെങ്കിൽ TVAI എന്ന് പറയുന്നത് അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് പറയുന്ന കണ്ടീഷനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയാണ്. TVAR എന്ന് പറഞ്ഞാൽ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ്, TVAI ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലന്റേഷൻ. അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. നമ്മുടെ അയോട്ടിക് വാൽവ് അതിന് എന്ത് സംഭവിക്കുകയാണോ അല്ലെങ്കിൽ സ്റ്റിഫായി പോവുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നാരോ ആയി പോവുക. ആ നാരോ ആയി പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് പോകേണ്ട, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ന്യൂട്രിയൻസോട് കൂടി നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് പോകേണ്ടത് എന്ത് സംഭവിക്കും, അത് സ്റ്റോപ്പ് ആകും അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ കുറയും. അപ്പോൾ നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യും, അത്ര പ്രഷർ എക്സേർട്ട് ചെയ്തിട്ട് അത് ഹാർട്ട് ബീറ്റ് മീൻസ് പമ്പ് ചെയ്യാൻ നോക്കും. അത് നമ്മുടെ ബോഡിക്ക് എന്ത് സംഭവിക്കും, പലതരം ഡാമേജസിന് കാരണമാക്കി തീർക്കും. അപ്പോൾ അയോട്ടിക് സ്റ്റെനോസിസ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐദർ മേ ബി ഡ്യൂ ടു ബർത്ത്, ബൈ ബർത്ത് തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഡ്യൂ ടു ന്യൂട്രിയൻ ലൈക്ക് കാൽഷ്യം ഡെപ്പോസിറ്റ്, ഇതൊക്കെ കൊണ്ട് എന്ത് സംഭവിക്കാം, നമ്മുടെ വാൽവിന് എന്തെങ്കിലും ഡാമേജ് വരാം അല്ലെങ്കിൽ നാരോ ആയി പോകാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻ നമ്മൾ ക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലന്റേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ അല്ലെങ്കിൽ ഫീമറൽ അവിടെയുള്ള ഏരിയാസിൽ നമ്മൾ ഫീമറൽ ആർട്ടറി വഴി നമ്മൾ എന്ത് സംഭവിക്കും, ഒരു ഇൻസിഷൻ ഇടും, ചെറിയൊരു ഇൻസിഷൻ ഇട്ടിട്ട് കത്തീറ്റർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അത് നമ്മുടെ ഹാർട്ടിൻ്റെ അവിടെ റീച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിനെ നമ്മൾ ഗൈഡ് ചെയ്യുന്നത് ഒരു ഇമേജിങ് ഗൈഡൻസ് അല്ലെങ്കിൽ റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അത് വെച്ച് നോക്കിയിട്ട് ഗൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹാർട്ടിൻ്റെ അവിടെ നമ്മുടെ അയോട്ടയുടെ അവിടെ തന്നെ നമ്മുടെ ഈ കത്തീറ്ററിനെ കൊണ്ടുപോയിട്ട് ഒന്നല്ലെങ്കിൽ അവിടെ റീപ്ലേസ്മെൻറ്റ് ചെയ്യിക്കും, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യിക്കും, ഇംപ്ലാന്റ് ചെയ്യിക്കും. ഇതാണ് ട്രാൻസ് കത്തീറ്ററിൽ നടക്കുന്നത്. ഓക്കെ, ഇത് മിനിമലി ഇൻവാസീവ് ആണ്. അതായത് നമ്മുടെ സാധാരണ ഇതിനൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു. ഓപ്പൺ ഹാർട്ട് സർജറി ആണെന്നുണ്ടെങ്കിൽ വളരെ ക്യൂർ ചെയ്യാനും എല്ലാത്തിനും വളരെ കൂടുതൽ ടൈം വേണം, കൂടുതൽ പെയിൻ ഉണ്ടാവും. ഇതെല്ലാം മിനിമലി, അതായത് ചെറിയൊരു ഇൻസിഷൻ ഇട്ടിട്ട് കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ടാണ് വളരെ പെട്ടെന്ന് ക്യൂർ ചെയ്യാനും പെയിൻ കുറവൊക്കെ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതാണ് മിനിമലി ഇൻവേസീവ് ടെക്നോളജിയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് TVAR അല്ലെങ്കിൽ TVAI അയോട്ടിക് സ്റ്റെനോസിസിനെ ക്യൂർ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നടക്കണമെങ്കിൽ 2 ഫിസീഷ്യൻസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾ ദി പ്രൊസീജിയേഴ്സ്, അതായത് എല്ലാ കമ്പോണൻറ്റ് ഓഫ് ദി പ്രൊസീജിയേഴ്സ് റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ മോഡിഫയർ 62 യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 33361 to 33366 വരെയാണ് അയോട്ടിക് വാൽവ്സിൻ്റെ കോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പെർക്യൂട്ടേനിയസ് ആക്സസ്, അതുപോലെ തന്നെ പ്ലേസിംഗ് ദ ആക്സസ് ഷീറ്റ്, ബലൂൺ അയോട്ടിക് വാൽവുലോപ്ലാസ്റ്റി, അഡ്വാൻസിംഗ് ദ വാൽവ്, ഡെലിവറി സിസ്റ്റം ഇൻ ടു ദ പൊസിഷൻ, റീപൊസിഷനിങ് ദ വാൽവ് as needed, deploying the valve, temporary pacemaker insertion for rapid pacing and closure of arteriotomy when performed.
അപ്പോൾ ഇതൊക്കെ മെയിൻലി ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ആൻജിയോഗ്രഫിയും റേഡിയോളജിക്കൽ സൂപ്പർവിഷനും ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ പെർഫോം ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് എന്താണ് ഇൻക്ലൂഡഡ് ആണ്. അതായത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കോഡ്സിൻ്റെ ഉള്ളിൽ ഇതൊക്കെ മീൻസ് ഇൻക്ലൂഡഡ് ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് കാത്തീറ്ററൈസേഷൻ കോഡും അതുപോലെ തന്നെ സൂപ്രാ വാൽവുലർ അയോട്ടോഗ്രഫി കോഡ്സും ഇതിൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. TVAR അല്ലെങ്കിൽ TVAIൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഡയഗ്നോസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് കാത്തീറ്ററൈസേഷൻ്റെ കോഡ്സ് എന്ന് പറയുന്നത് 934522 934553 വരെയുള്ളതും 9345E2 മുതൽ 9346 വരെയുള്ള കോഡ്സാണ് ഡയഗ്നോസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് കാത്തീറ്ററൈസേഷൻ്റെ കോഡ്സ് എന്ന് പറയുന്നത്. സൂപ്രാ വാൽവുലർ അയോട്ടോഗ്രഫിയുടെ കോഡ്സ് ആണെങ്കിൽ 93567 അത് എന്ത് ചെയ്യാൻ പാടില്ല, TVAR അല്ലെങ്കിൽ TVAI എന്ന് പറയുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല, റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഒരു TVAR അല്ലെങ്കിൽ TVAIൻ്റെ കൂടെ അറ്റ് ദ സെയിം ടൈം തന്നെ ഡയഗ്നോസ്റ്റിക് കൊറോണറി ആൻജിയോഗ്രഫി പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ്ലി റിപ്പോർട്ടബിൾ ആണ്. കുറച്ച് കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കത്തീറ്റർ ബേസ്ഡ് കൊറോണറി ആൻജിയോഗ്രഫി സ്റ്റഡി അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഒരു ഫുൾ ഡയഗ്നോസ്റ്റിക് സ്റ്റഡി പെർഫോം ചെയ്തിട്ടില്ല പ്രയർ ടു ദ കത്തീറ്റർ ബേസ്ഡ് കൊറോണറി ആൻജിയോഗ്രഫി സ്റ്റഡി അവൈലബിൾ ആൻഡ് എ ഫുൾ ഡയഗ്നോസ്റ്റിക് സ്റ്റഡി ഈസ് പെർഫോം. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രയർ സ്റ്റഡി അവൈലബിൾ ആണ്, പക്ഷേ ഡോക്യുമെൻറ്റിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേഷ്യൻ്റ് കണ്ടീഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ക്ലിനിക്കൽ ഇൻഡിക്കേഷൻ ഹാസ് ചേഞ്ച് സിൻസ് ദ പ്രയർ സ്റ്റഡി. അതായത് പേഷ്യൻ്റ് കണ്ടീഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ക്ലിനിക്കൽ ഡാറ്റ. നമ്മൾ നേരത്തെ വെച്ചിരുന്ന ക്ലിനിക്കൽ ഇൻഡിക്കേഷൻ അനുസരിച്ചിട്ട് പേഷ്യൻ്റ് കണ്ടീഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനാഡിക്വേറ്റ് വിഷ്വലൈസേഷൻ ഓഫ് അനാട്ടമി ആൻഡ് പെത്തോളജി, ആ ഒരു കണ്ടീഷനിൽ നമുക്ക് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്ലിനിക്കൽ ചേഞ്ച് ഉണ്ട്, നമ്മുടെ പ്രൊസീജിയറിൽ ഒരു ക്ലിനിക്കൽ ചേഞ്ച് ഉണ്ട്, അതുകൊണ്ട് നമുക്കൊരു ന്യൂ വാലുവേഷൻ ആവശ്യമാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ്ലി റിപ്പോർട്ടബിൾ ആണ്. ഇനി ഒരു ഡയഗ്നോസ്റ്റിക് കൊറോണറി ആൻജിയോഗ്രഫി സർവീസ് സെയിം ഡേയിലോ അല്ലെങ്കിൽ സെയിം സെഷനിലോ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് മോഡിഫയർ 59 ഡയഗ്നോസ്റ്റിക് കാർഡിയക് കത്തീറ്ററൈസേഷൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യാൻ പറ്റും ഫ്രം TVAR അല്ലെങ്കിൽ TVAI. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിത്രൽ വാൽവാണ്. മിത്രൽ വാൽവിനെ നമ്മൾ ഓൾസോ കോൾഡ് ആസ് ബൈക്കസ്പിഡ് വാൽവ്സ്. ബൈക്കസ്പിഡ് വാൽവ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ഏട്രിയോ വെൻട്രിക്കിളുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ മിത്രൽ വാൽവ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് അതിൻ്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ 2 ഫ്ലാപ്സ് ആണ് അതിന് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ കോഡ് റേഞ്ച് എന്ന് പറയുന്നത് 33418 ആൻഡ് 33419. ഈ 2 കോഡ്സാണ് ഇതിന് മിത്രൽ വാൽവിന് ഉള്ളൂ. ഓക്കെ, TMVR ഈസ് മെയിൻ ടെക്നിക്. അതാണ് മെയിൻ ടെക്നിക്ക് നമ്മുടെ മിത്രൽ വാൽവിൽ പെർഫോം ചെയ്യുന്നത്. അതായത് മിത്രൽ സ്റ്റെനോസിസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് TMVR, ദാറ്റ് ഈസ് ട്രാൻസ് കത്തീറ്റർ മിത്രൽ വാൽവ് റിപ്പയർ. മിത്രൽ സ്റ്റെനോസിസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിത്രൽ വാൽവ് എന്താകുക, ഒന്നല്ലെങ്കിൽ റഫായിട്ട് സ്റ്റിഫായിട്ടിരിക്കുക, അല്ലെങ്കിൽ അതിന് എന്ത് സംഭവിക്കുക, നാരോ ആവുക. എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ട് മിത്രൽ വാൽവിന് എന്ത് സംഭവിക്കുക, സ്റ്റിഫാകുക അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് നാരോ ആകുക. അങ്ങനത്തെയുള്ള കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, TMVR യൂസ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റും. ആസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഫീമറൽ വെയിൻ വഴി നമ്മൾ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ടെക്നിക്ക് പെർഫോം ചെയ്യുന്നത്, റിപ്പയർ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി 33419 കൂടെ അത് നമ്മൾ എപ്പോഴേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, ഒരു സെഷനിൽ വൺസ് പെർ സെഷൻ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാമുള്ളൂ, 33419 നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, 33419 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിപ്പയർ കോഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ TMVRൻ്റെ കോഡ്സിൽ ഒരെണ്ണമാണ് 33419 ഇസ് എ റിപ്പയർ കോഡ്. കോഡ്സിൻ്റെ അകത്തും അതായത് 33418 ആൻഡ് 33419 അകത്തും കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ആസ് ലൈക്ക് പെർക്യൂട്ടേനിയസ് ആക്സിസ്, പ്ലേസിംഗ് ദ ആക്സിസ് ഷീറ്റ്, ട്രാൻസെപ്റ്റൽ പങ്ക്ചർ, അഡ്വാൻസിംഗ് ദ റിപ്പയർ ഡിവൈസ്, ഡെലിവറി സിസ്റ്റം ഇൻ ടു പൊസിഷൻ, repositioning the device as needed, deploying the devices, അതുപോലെ തന്നെ ആൻജിയോഗ്രഫി, റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, TMVR ഗൈഡ് ചെയ്യാനുള്ളത്, അതിന് വേണ്ടതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്.
പിന്നെ ഡയഗ്നോസ്റ്റിക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാർട്ട് കത്തീറ്ററൈസേഷൻ കോഡ്സും TMVR കോഡ്സിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. ടു റിപ്പോർട്ട് എന്തൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ? ഫസ്റ്റ് വൺ, കോൺട്രാസ്റ്റ് ഇഞ്ചക്ഷൻ, ആൻജിയോഗ്രഫി, റോഡ് മാപ്പിംഗ് ഓർ ഫ്ലൂറോസ്കോപ്പിക് ഗൈഡൻസ് ഫോർ TMVR. അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കുലർ ആൻജിയോഗ്രഫി, നമ്മുടെ മിത്രൽ സ്റ്റിനോസിസിന് വേണ്ടി ലെഫ്റ്റ് വെൻട്രിക്കുലർ ആൻജിയോഗ്രഫി നടക്കുന്ന സമയത്ത് ഗൈഡൻസ് ഓഫ് TMVRന് വേണ്ടിയും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാർട്ട് കത്തീറ്ററൈസേഷൻ ഫോർ ഹീമോഡൈനാമിക്, അതിൻ്റെ ഡൈനാമിക് മെഷർമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് ബിഫോർ ആണെങ്കിലും ആഫ്റ്റർ ആണെങ്കിലും TMVR ഫോർ ഗൈഡൻസ് ഓഫ് TMVRനാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആ പറയുന്ന കാര്യങ്ങൾ, അതായത് ഡയഗ്നോസ്റ്റിക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാർട്ട് കത്തീറ്ററൈസേഷൻ കോഡ്സ് TMVRൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. ഡയഗ്നോസ്റ്റിക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാർട്ട് കത്തീറ്ററൈസേഷൻ്റെ കോഡ്സ് എന്ന് പറയുന്നത് 934512 93461, അതുപോലെ തന്നെ 93530 to 93533 വരെയുള്ള കോഡ്സാണ്. ഓക്കെ, തന്നെ ഡയഗ്നോസ്റ്റിക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാർട്ട് കത്തീറ്ററൈസേഷൻ കോഡ്സും അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് കൊറോണറി ആൻജിയോഗ്രഫി കോഡ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ്ലി റിപ്പോർട്ടബിൾ ആണ് വിത്ത് 33418 ആൻഡ് 33419 റെപ്രസെൻറ്റിംഗ് ആസ് എ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് സർവീസസ് ഫ്രം TMVR. അങ്ങനെയുള്ള ഏതൊക്കെ കേസസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഏട്രിയൽ വാൽവ് പറഞ്ഞില്ലേ, അയോട്ടിക് വാൽവ് പറഞ്ഞപ്പോൾ കുറച്ച് കണ്ടീഷൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നോ പ്രയർ കത്തീറ്ററൈസേഷൻ ബേസ്ഡ് കൊറോണറി ആൻജിയോഗ്രഫി സ്റ്റഡി ഈസ് അവൈലബിൾ ആൻഡ് ഫുൾ ഡയഗ്നോസ്റ്റിക് സ്റ്റഡി ഈസ് പെർഫോം. അതുപോലെ തന്നെ സെക്കൻഡ് വൺ, പ്രയർ സ്റ്റഡി അവൈലബിൾ ആണ്, പക്ഷേ കുറച്ച് ഡോക്യുമെൻറ്റിൻ്റെ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേഷ്യൻ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുന്നു വിത്ത് റെസ്പെക്ട് പേഷ്യൻ്റ് കണ്ടീഷൻ ചേഞ്ച് ഉണ്ടാകുക, നമ്മുടെ ക്ലിനിക്കലി നേരത്തെ ഇൻഡിക്കേറ്റ് ചെയ്തതിനേക്കാളും ചേഞ്ച് ഉണ്ടാകുമ്പോൾ, പിന്നെ ഇനാഡിക്വേറ്റ് വിഷ്വലൈസേഷൻ ഓഫ് അനാട്ടമി ആൻഡ് പെത്തോളജി ഉള്ളപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, ഒരു ന്യൂ ഇവാലുവേഷൻ്റെ ആവശ്യം വരിക എപ്പോൾ, ഒരു ക്ലിനിക്കൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ പ്രൊസീജിയറിൽ. ഓക്കെ, മോഡിഫയർ 59 അപ്പൻഡ് ചെയ്യേണ്ട കാര്യവും മറന്നുപോയത്. ഡിസ്റ്റിങ് പ്രൊസീജിയർ ആണെങ്കിൽ മോഡിഫയർ 59 കൂടിയും അപ്പൻഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ നോക്കുന്നത് ട്രൈക്കസ്പിഡ് വാൽവ്സ് ആണ്. ട്രൈക്കസ്പിഡ് വാൽവ്സിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ട്രൈക്കസ്പിഡ് വാൽവ്സ് എവിടെയുള്ളതാണ്? റൈറ്റ് ഏട്രിയോ വെൻട്രിക്കിളിൻ്റെ ഇടയിലുള്ളതാണ്. 3 ഫ്ലാപ്സ് ആണുള്ളത് ട്രൈക്കസ്പിഡ് വാൽവ്സ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഗൈഡ് ലൈൻസ് ഒന്നും തന്നെ പഠിക്കാനില്ല. അതിൻ്റെ അടിയിലൊരു 5 കോഡ്സേ വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൾമിനറി വാൽവാണ്. പൾമിനറി വാൽവിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി പഠിക്കുന്നത് TPUEI, ദാറ്റ് ഈസ് ട്രാൻസ് കത്തീറ്റർ പൾമിനറി വാൽവ് ഇംപ്ലന്റേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കോഡ്സിൽ 33477 അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓൺലി വൺസ് പെർ സെഷൻ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ പൾമിനറി വാൽവ് എന്ന് പറയുന്നത് അത് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളുടെയും പൾമിനറി ആർട്ടറിയുടെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദി സെമി ലൂണ വാൽവ്സ് ആണ് പൾമിനറി വാൽവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ് കത്തീറ്റർ പൾമിനറി വാൽവ് ഇംപ്ലന്റേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് അല്ലെങ്കിൽ നമ്മുടെ പൾമിനറി വാൽവിന് എന്തെങ്കിലും ഡിഫക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ക്യൂർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ദാറ്റ് ഈസ് ട്രാൻസ് കത്തീറ്റർ പൾമിനറി വാൽവ് ഇംപ്ലന്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ കോഡ്സിൻ്റെ കൂടെ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഇതിൻ്റെ അകത്ത് പെർക്യൂട്ടേനിയസ് ആക്സസ്, പ്ലേസിംഗ് ദ ആക്സസ് ഷീറ്റ്, അഡ്വാൻസിംഗ് ദ റിപ്പയർ ഡിവൈസ് ഡെലിവറി സിസ്റ്റം ഇൻ ടു പൊസിഷൻ, repositioning the device as needed and deploying the devices. അതുപോലെ തന്നെ ജിയോഗ്രഫി, റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ടു പെർഫോം TPUEI. പിന്നെ അതുപോലെ തന്നെ കാർഡിയക് കത്തീറ്ററൈസേഷൻസ്, ഇൻട്രാ പ്രൊസീജിയൽ കോൺട്രാസ്റ്റ് ഇഞ്ചക്ഷൻ, ഫ്ലൂറോസ്കോപ്പി, റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് ഇമേജിംഗ് ഗൈഡൻസ് പെർഫോം ടു കംപ്ലീറ്റ് ദ പൾമിനറി വാൽവ് പ്രൊസീജിയേഴ്സ്. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. കത്തീറ്ററൈസേഷൻ്റെ കോഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും TPUEI-യുടെ കൂടെ വിത്ത് കുറച്ച് കണ്ടീഷനുണ്ട്. ലൈക്ക് നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ എല്ലാ വാൽവ്സിലും ഉള്ള പോലെ തന്നെ നോ പ്രയർ കത്തീറ്റർ ബേസ്ഡ് കൊറോണറി ആൻജിയോഗ്രഫി സ്റ്റഡീസ് അവൈലബിൾ ആൻഡ് എ ഫുൾ ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് പെർഫോം. അതുപോലെ തന്നെ പ്രയർ സ്റ്റഡി അവൈലബിൾ ആണ്, പക്ഷേ കുറച്ച് കണ്ടീഷൻ മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. ലൈക്ക് പേഷ്യൻ്റ് കണ്ടീഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ക്ലിനിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇനാഡിക്വേറ്റ് വിഷ്വലൈസേഷൻ ഓഫ് അനാട്ടമി ഓർ പെത്തോളജി, അതുപോലെ തന്നെ ക്ലിനിക്കൽ ചേഞ്ച് ഉണ്ടാകണം പ്രൊസീജിയറിൽ, അതുകൊണ്ടൊരു ന്യൂ വാലുവേഷൻ പോസിബിൾ ആയിരിക്കണം. അതുപോലെ ഡിസ്റ്റിങ്ക്റ്റ് പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ മോഡിഫയർ 59 അപ്പൻഡ് ചെയ്തിരിക്കണം. ഈ ഓരോ സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കത്തീറ്ററൈസേഷൻ കോഡ്സിൻ്റെ കൂടെ നമ്മുടെ TPUEI കോഡ്സിൻ്റെ കൂടെ കത്തീറ്ററൈസേഷൻ കോഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അടുത്തതെന്ന് പറയുന്നത് എൻഡോസ്കോപ്പി ആണ്. എൻഡോസ്കോപ്പിയിൽ ഒരു ഗൈഡ് ലൈൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. അത് എല്ലാ ചാപ്റ്ററിലും കോമൺ ആണ്. സർജിക്കൽ വാസ്കുലർ എൻഡോസ്കോപ്പി ഇൻക്ലൂഡ്സ് ദ ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി ആണ്. അതായത് ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി സർജിക്കലിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അത് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിലും നമുക്ക് എന്താണ് സെയിം ആണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീനസ് ഗ്രാഫ്റ്റിംഗ് ഓൺലി ഫോർ കൊറോണറി ആർട്ടറി ബൈപ്പാസ്. അതായത് ഗ്രാഫ്റ്റിങ്ങിൻ്റെ അകത്ത് കൊറോണറി ആർട്ടറി ബൈപ്പാസിന് വേണ്ടി നമുക്ക് 3 രീതിയിലാണ് ഗ്രാഫ്റ്റിംഗ് ഉള്ളത്. വെയിൻ ഗ്രാഫ്റ്റിംഗ് ഓൺലി, പിന്നെ അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കമ്പൈൻഡ് ആർട്ടീരിയൽ വീനസ് ഗ്രാഫ്റ്റിംഗ് ആണ്, പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ആർട്ടീരിയൽ ഗ്രാഫ്റ്റിംഗ്. ഈ 3 ടൈപ്പ് ഓഫ് ഗ്രാഫ്റ്റിംഗ് ആണ് കൊറോണറി ആർട്ടറി ബൈപ്പാസിന് വേണ്ടി ഉള്ളത്. അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെയിൻ ഗ്രാഫ്റ്റിംഗ് ഒള്ളിയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മുടെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് പ്രൊസീജിയേഴ്സിൽ വെയിൻ ഗ്രാഫ്റ്റ്സിന് മാത്രം ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വെയിൻസിൽ നിന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്ത് പറയുന്നില്ല, ആർട്ടീരിയൽ ഗ്രാഫ്റ്റ്സോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഗ്രാഫ്റ്റ്സോ പറയുന്നില്ല. 33510 to 33516 ഇതാണ് വീനസ് ഗ്രാഫ്റ്റ്സ് ഒള്ളി വീനസ് ഗ്രാഫ്റ്റ്സ് ഒള്ളിയുടെ കോഡ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീനസ് ഗ്രാഫ്റ്റ് എടുക്കുന്നത് സെഫീനിയസ് വെയിനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് ഇൻക്ലൂഡഡ് ആണ്. 33510 to 33516 കൂടെ വേറെ കോഡ്സ് ഒന്നും റിപ്പോർട്ട് ചെയ്യേണ്ട. എപ്പോൾ വീനസ് ഗ്രാഫ്റ്റ് എടുക്കുന്നത് സെഫീനിയസ് വെയിനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമ്മളോട് പറയുന്നത് ഗ്രാഫ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് അപ്പർ എക്സ്ട്രിമിറ്റി വെയിനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 35500 നമ്മുടെ ബൈപ്പാസ് പ്രൊസീജിയേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഫീമറോ പോപ്പുലിറ്റൽ വെയിനിൽ നിന്നാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 35572 ആണ് ബൈപ്പാസ് പ്രൊസീജിയേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ഇനി പറയുന്നത് ഒരു ഗ്രാഫ്റ്റ് പ്രൊക്യൂർ ചെയ്യാനായിട്ട് ഒരു സർജിക്കൽ അസിസ്റ്റൻസ് നീഡായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മോഡിഫയർ ET 33510 to 33516 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അതായത് ഒരു സർജിക്കൽ അസിസ്റ്റൻസ് നീഡായിരുന്നു ഗ്രാഫ്റ്റ് പ്രൊക്യൂർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കറസ്പോണ്ടിങ് ഏത് ബൈപ്പാസ് സർജറിയുടെ കോഡാണ്, അതായത് ഏത് ബൈപ്പാസ് പ്രൊസീജിയറിൻ്റെ കോഡാണ് ഇൻ ബിറ്റ്വീൻ 33510 to 33516. അതിൻ്റെ ഇടയിലുള്ള ഏത് കോഡാണോ ആ സമയത്ത് വേണ്ടത്, ആ കോഡിൻ്റെ കൂടെ നമ്മുടെ സർജിക്കൽ അസിസ്റ്റൻസിൻ്റെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് മോഡിഫയർ 80 കൂടി നമ്മൾ അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി പെർക്യൂട്ടേനിയസ് വെൻട്രിക്കുലർ അസിസ്റ്റൻറ്റ് ഡിവൈസോ ഇൻസേർഷനോ റിമൂവലോ റീപൊസിഷനിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കോഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, 33990 to 33993 എന്ന് പറയുന്ന കോഡ്സ് ഇൻ ബിറ്റ്വീൻ കോഡ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടീരിയൽ ഗ്രാഫ്റ്റിംഗ് ഫോർ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കോഡ്സ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് പ്രൊസീജിയേഴ്സ് ഇത് ആർട്ടീരിയൽ വീനസ് ഗ്രാഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കോഡ്സ് എന്ത് ചെയ്യണം, യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ ആർട്ടീരിയൽ സെഗ്മെൻറ്റ് ടേക്ക് ചെയ്യുന്നത് ഫ്രം എപ്പിഗ്യാസ്ട്രിക് അല്ലെങ്കിൽ എപ്പിപ്ലോയിക് ആർട്ടറി ഓർ ഇൻറ്റേർണൽ മാമറി ആർട്ടറി ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി ആർട്ടറി ഫ്രം അപ്പർ എക്സ്ട്രിമിറ്റി ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 35600 എന്ന് പറയുന്ന കോഡ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി കമ്പൈൻഡ് ആർട്ടീരിയൽ വീനസ് ഗ്രാഫ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കോഡ്സ് വെച്ചിട്ടാണ് അതിനെ കോഡ് ചെയ്യേണ്ടത്. അതിനൊരു സീക്വൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഏത് കോഡ് യൂസ് ചെയ്യണം, ആർട്ടീരിയൽ ഗ്രാഫ്റ്റിൻ്റെ കോഡ്സ് യൂസ് ചെയ്യണം. അതായത് 33533 എന്നും 33536 എന്ന് പറയുന്ന കോഡ് റേഞ്ചിൻ്റെ ഇടയിലുള്ളതാണ് ആർട്ടീരിയൽ ഗ്രാഫ്റ്റ് കോഡ്സ്. അതാണ് ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമ്പൈൻഡ് ആർട്ടീരിയൽ വീനസ് ഗ്രാഫ്റ്റിൻ്റെ കോഡ്, അതായത് 33517 to 33523 എന്ന് പറയുന്ന കോഡ്സാണ് യൂസ് ചെയ്യേണ്ടത്. എപ്പോൾ കമ്പൈൻഡ് ആർട്ടീരിയൽ വീനസ് ഗ്രാഫ്റ്റ് ഫോർ കൊറോണറി ആർട്ടറി ബൈപ്പാസ് എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കമ്പൈൻഡ് പ്രൊസീജിയേഴ്സിൻ്റെ ഇത് കോഡ് ചെയ്യേണ്ടത്. ആർട്ടീരിയൽ വീനസ് ഗ്രാഫ്റ്റിംഗ് ഫോർ കൊറോണറി ബൈപ്പാസിൻ്റെ കോഡ് റേഞ്ച് എന്ന് പറയുന്നത് 33517 to 33523, അതുപോലെ തന്നെ 33533 to 33536 എന്ന് പറയുന്ന കോഡ് സെറ്റാണ് ഉണ്ടാകുക. കാരണം ഇത് 2 കോഡ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കോഡ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് കോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 33 ആർട്ടീരിയൽ വീനസ് ഗ്രാഫ്റ്റ്സിൻ്റെ കോഡ് എന്ന് പറയുന്നത് 33517 to 33523 ആണ്. അതുപോലെ ആർട്ടീരിയൽ ഗ്രാഫ്റ്റിൻ്റെ കോഡ്സാണ് 33533 to 33536. ആർട്ടീരിയൽ വീനസ് ഗ്രാഫ്റ്റ്സിൻ്റെ കോഡ്സ്
സ്റ്റാൻഡ് അലോൺ കോഡ്സ് ആയതുകൊണ്ട് ആഡ് ഓൺ കോഡ്സ് ആയതുകൊണ്ട് ഒരിക്കലും അത് ഒറ്റയ്ക്ക് കോഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും സ്റ്റാൻഡ് അലോൺ കോഡിൻ്റെ കൂടെയാണല്ലോ ആഡ് ഓൺ കോഡ് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇത് കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ആർട്ടീരിയൽ ഗ്രാഫ്റ്റിൻ്റെ കോഡ് ചെയ്യുക, അതിനുശേഷം വേണം ആർട്ടീരിയൽ വീനസ് ഗ്രാഫ്റ്റിൻ്റെ കോഡ്സ് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ പോകുന്നത് നമ്മൾ കൊറോണറി ആർട്ടറി ബൈപ്പാസ് പ്രൊസീജിയേഴ്സിൻ്റെ കോഡ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് നമ്പർ ഓഫ് ആർട്ടറീസ്, വെയിൻസ് ഓർ ഗ്രാഫ്റ്റ് കോമ്പിനേഷൻസ് ആണ്. എവിടെ നിന്നൊക്കെയാണ് എത്ര നമ്പേഴ്സ് ഓഫ് ആർട്ടറീസ് വെയിൻസ് അല്ലെങ്കിൽ കോമ്പിനേഷനിൽ നിന്നാണോ നമ്മളിത് എടുക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടീരിയൽ ആണോ, വീനസ് ആണോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണോ. ദെൻ നമ്മൾ നോക്കേണ്ടത് എവിടെ നിന്നാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എൻഡോസ്കോപ്പി നോക്കുക. ദെൻ റീ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ 33570 ആണ് കോഡ് വരുന്നത്. നോക്കേണ്ടത് എൻഡാർട്ടറക്ടമി നടന്നിട്ടുണ്ടോ, ദാറ്റ് ഈസ് അതിൻ്റെ കോഡ് വരുന്നത് 33572. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊറോണറി ആർട്ടറി ബൈപ്പാസ് പ്രൊസീജിയേഴ്സിൻ്റെ കോഡ് എടുക്കുമ്പോൾ നോക്കേണ്ടത്. ആദ്യം തന്നെ നമ്പർ ഓഫ് ആർട്ടറീസ്, വെയിൻസ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് നോക്കുക. പിന്നെ ആർട്ടീരിയൽ ആണോ വീനസ് ആണോ നോക്കുക. ദെൻ എവിടെ നിന്നാണ് ഹാർവെസ്റ്റ് ചെയ്തേക്കുന്നത് നോക്കുക. എൻഡോസ്കോപ്പി ഉണ്ടോ എന്ന് നോക്കുക. റീ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ 33570 കൊടുക്കുക. എൻഡാർട്ടറക്ടമി ഉണ്ടെങ്കിൽ 33572 നോക്കുക. ഇത്രമാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടത്. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഡോവാസ്കുലർ റിപ്പയർ ഓഫ് ഡിസെൻഡിങ് തൊറാസിക് അയോട്ടയാണ്. ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഫാമിലി ഓഫ് കോഡ്സ് ആണ്. നമ്മുടെ ഡിസെൻഡിങ് തൊറാസിക് അയോട്ട റിപ്പയർ ചെയ്യാനായിട്ട് ഐദർ ബൈ എൻഡോവാസ്കുലർ ഗ്രാഫ്റ്റ് പ്ലീസ് ചെയ്തുകൊണ്ട് റിപ്പയർ ചെയ്യുന്ന കോഡ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ കോഡ്സിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ലൈക്ക് ഡിവൈസ് ഇൻട്രൊഡക്ഷൻ, മാനിപ്പുലേഷൻ, പൊസിഷൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്, an all balloon angioplasty, stent deployment within the target treatment zone for endoprosthesis either before or after endography deployment are not separately reportable. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇൻട്രൊഡക്ഷൻ, മാനിപ്പുലേഷൻ, പൊസിഷനിങ് അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ്. കോഡ് 75956ൻ്റെ അകത്തും 75957ൻ്റെ അകത്തും എല്ലാ ആൻജിയോഗ്രഫി ഓഫ് thoracic aorta and its branches, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഇമേജിങ് പ്രയർ ടു ദ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് പ്രൈമറി എൻഡോവാസ്കുലർ ഡിവൈസസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.